രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ചെടി അതായത് അച്ചിമൻസ് നല്ല രീതിയിൽ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് ട്യൂബർ റോസാണ്. എനിക്ക് തോന്നുന്നു നമ്മളെ നാട്ടിൽ അത്രയ്ക്ക് അങ്ങോട്ട് പ്രചാരത്തിലൊന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇത് വളർത്തുന്നതിനെ പറ്റിയും ഒക്കെ പഠിച്ചിരിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ചെടിയാട്ടോ ട്യൂബർ റോസ് ബിഗോണിയ എന്ന് പറയുന്ന ചെടി. ഇതിൻ്റെ കുറച്ച് പുതിയ കളക്ഷൻ എൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. ഞാനിതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാവേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല. എന്നാലും എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ബിഗോണിയ ചെടികൾ പലതരത്തിലുണ്ടെന്ന് നമുക്കറിയാം. പൂക്കൾ ഉണ്ടാകുന്ന പല കളർ ഇലകളുള്ള പലവിധ വലിപ്പത്തിലുള്ള ചെടികൾ ഉണ്ട്. വാക്സ് ബിഗോണിയ ചെറിയ പൂക്കളും ചെറിയ ഇലകളും ഉള്ള ഇതുപോലെ തന്നെയുള്ള ചെടിയാണ് വാക്സ് ബിഗോണിയ. ഈ റോസ് ബിഗോണിയ പോലെ തന്നെ ചെറിയ ചെടിയും ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കളുമാണ് ഇതിലുണ്ടാകുന്നത്. പക്ഷേ ഈ ട്യൂബർ ബിഗോണിയയിൽ ചെറിയ ഇലയും ചെറിയ ചെടിയാണെങ്കിലും പൂക്കൾ വലുതാണ്. റോസാപ്പൂ പോലെ വളരെ മനോഹരമായി. എനിക്ക് തോന്നുന്നു ബിഗോണിയ വിഭാഗത്തിലുള്ള ഏറ്റവും മനോഹരമായ പൂക്കളുള്ളത് ഈ ട്യൂബർ റോസ് ബിഗോണിയയിലാണെന്നാണ്. പിന്നെയുള്ളത് റെക്സ് ബിഗോണിയ. ഇവയിൽ പൂക്കളേക്കാൾ ഭംഗി ഇലകൾക്കാണ്. 100 കണക്കിന് വെറൈറ്റി ഉണ്ടാവും റെക്സ് ബിഗോണിയ. അതുപോലെ അടുത്തത് നീളമുള്ള ഇലകൾ ചിറക് പോലെ വിരിച്ച് നിൽക്കുന്ന വലിയ ഒരുപാട് വലുതാവില്ല, എന്നാലും ഒരു 2-2.5 അടി പൊക്കത്തിലൊക്കെ വളർത്താൻ പറ്റുന്ന നല്ല സുന്ദരികളായ ഏഞ്ചൽ വിങ്സ് ബിഗോണിയ എന്ന് പറയുന്നത്. അതിനൊക്കെ ചെടി ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് അതെല്ലാം സെയിലുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പം ഞാൻ സെയിലിന് ഈ വീഡിയോയിൽ ട്യൂബർ റോസ് ബിഗോണിയാണ് ചെയ്യുന്നത്. റോസാ പൂക്കൾ പോലെ മനോഹരമായ പൂക്കൾ ഉണ്ടാകുന്ന കുഞ്ഞൻ ചെടികളാണ് ഇവ. ചെറിയ ചെടികൾ, ചെറിയ ഇലകൾ, കുഞ്ഞു ചെടികൾ, പക്ഷേ വലിയ പൂക്കളായിരിക്കും. വലിയ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഒരു കുലയിൽ 2-3 പൂക്കളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് തോന്നും ഇത് താങ്ങാൻ പറ്റുമോ, അത്രയും വലിപ്പമുള്ള പൂക്കുലകൾ ചെറിയ ചെടികളിലുണ്ടാവും. അതുപോലെ പല കളർ പൂക്കളും ഉണ്ടാവും ഇതിൻ്റെ പല കളറിൽ ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം. എൻ്റെ കയ്യിൽ തന്നെ ലഭ്യമാണ്. ഏകദേശം 4 കളറൊക്കെ ഇപ്പോൾ എല്ലാത്തിലും പൂവാവാത്തതുകൊണ്ട് ഏകദേശം 4 കളറ് സെയിലിന് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വെറൈറ്റിയായ 4 കളറുകൾ. ഈ ചെടികൾ മറ്റ് ബിഗോണികളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതിൻ്റെ ഇലയിൽ നിന്ന് പുതിയ ചെടികൾ മുളപ്പിച്ചെടുക്കാൻ പറ്റില്ല എന്നല്ല, സാധാരണ അങ്ങനെ കഴിയാറില്ല. അപൂർവമായിട്ടൊക്കെ ഇലകളിൽ നിന്ന് മുളച്ച് വരുന്നുണ്ട്. ആവശ്യത്തിന് വെയിലും പാകത്തിനുള്ള ചൂടും ആണെങ്കിൽ ഏകദേശം 4 മാസം വരെയൊക്കെ നമുക്കിതിന്ന് പൂക്കൾ ലഭിക്കും. ഫോസ്ഫറസ് അടങ്ങിയ വളം പ്രയോഗിച്ചാൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവും. പൂക്കൾക്ക് കൂടുതൽ ഭംഗിയും വലിപ്പവും ഉണ്ടാവും ഫോസ്ഫറസ് അടങ്ങിയ വളം കൊടുക്കുകയാണെങ്കിൽ. തണൽ ചെടികളാണെങ്കിലും ഇവയ്ക്ക് പൂക്കൾ ഉണ്ടാവാൻ ഇടയ്ക്ക് നേരിട്ട് സൂര്യപ്രകാശം ആവശ്യമാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉച്ചവരെയൊക്കെ വെയിൽ കൊള്ളിക്കാൻ പറ്റുമെങ്കിൽ, ഈ ചെടീൻ്റെ ചട്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ, ഉച്ചവരെ വെയിലൊക്കെ കൊള്ളിച്ച് അതിനുശേഷം തണലിലേക്കൊക്കെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ. ഏകദേശം ഒക്ടോബർ മാസം തൊട്ട് പൂക്കാൻ തുടങ്ങുന്ന ഈ ചെടിയിൽ ഏപ്രിൽ മെയ് മാസം വരെ ഇതിൽ പൂക്കളുണ്ടാവും. ചില സ്ഥലത്ത് മഴയത്തും നല്ലപോലെ നമുക്ക് സംരക്ഷിക്കുകയാണെങ്കിൽ മഴയത്തും പൂവുണ്ടാവും. ഈ ചെടിക്ക് നമ്മൾ നല്ല നീർവാർച്ച ഉറപ്പാക്കണം. വെള്ളം കെട്ടി നിൽക്കാനേ പാടില്ല. അതുപോലെ ഇലകളിൽ മഞ്ഞ നിറം കാണുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ തണ്ടൊക്കെ ഇങ്ങനെ തൊടുമ്പോൾ സ്പോഞ്ച് പോലെ ഞെങ്ങ് നോക്കണ്ടേ നമ്മൾ മനസ്സിലാക്കണം ഈ ചെടിക്ക് വെള്ളം കൂടുതലാണെന്ന്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടിയെ നന്നായിട്ട് ഉണങ്ങാൻ അനുവദിക്കുക. അതായത് വെയിലത്ത് വെച്ച് ഈ പോട്ടിംഗ് മിക്സ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതുപോലെ തന്നെ ഇലകൾക്ക് തവിട്ട് കളറോ അല്ലെങ്കിൽ പുള്ളിക്കുത്തോ ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഇവയുടെ ആരോഗ്യം കുറഞ്ഞു എന്ന്. അത് വേര് ചെയ്യൽ രോഗത്തിൻ്റെ ലക്ഷണമാണത്. അതിന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ചെടി പോവാനായി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സൂചന. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കിഴങ്ങ് പറിച്ചെടുക്കാം. ഒരു ചെറിയ ഉള്ളി പോലെയുള്ള ഒരു കിഴങ്ങായിരിക്കും. അതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് അത് നട്ട് പുതിയ ചെടികൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അത് നന്നായിട്ട് ആ കിഴങ്ങ് വരെ ചെയ്യുന്ന പാകത്തിനൊക്കെ നിന്നുപോയി ഇലകളുടെ കളർ വ്യത്യാസവും തണ്ട് മെല്ലെ അഴുകാൻ, അതായത് ഞെങ്ങുന്ന പരുവാകുമ്പോഴത്തേനും നമ്മളതിൻ്റെ കിഴങ്ങ് പറിച്ചെടുത്ത് വൃത്തിയാക്കി കുറച്ച് അണുനാശിനി എന്തെങ്കിലും സാഫ പോലുള്ള അങ്ങനത്തെ എന്തെങ്കിലും മുക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ കിഴങ്ങിൽ നിന്ന് വീണ്ടും ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 10:10:10 എന്ന് ഉള്ള NPK വളമില്ലേ, 10-10-10 എന്ന് പറയുന്ന NPK വളമാണ് നമുക്ക് ഇതിന് ചേർക്കേണ്ടത്. അതുപോലെ തന്നെ ജീവാമൃതം, ബോൺമീൽ, കമ്പോസ്റ്റ് ഇതൊക്കെ നമുക്ക് നല്ല വളമാണ്. ജീവാമൃതം ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും. നമുക്ക് മീനൊക്കെ കിട്ടുമ്പോൾ, മത്തി പോലുള്ള മീനൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ തല അല്ലെങ്കിൽ മീൻ തന്നെ കുറച്ച് കേടായ മീനൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ കളയുന്നേ, അതായത് നല്ലതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട്, അങ്ങനത്തെ മീൻ, കുറച്ച് ശർക്കര, കുറച്ച് ചീഞ്ഞു തുടങ്ങിയ പഴം, ഇതെല്ലാം കൂടി ഇട്ട് ഒരു പാത്രത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട്
ശർക്കര ഞാൻ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. ശർക്കരയും കൂടെ വേണം. ഇതെല്ലാം കൂടി ഇട്ട് നമ്മളൊരു കുപ്പിയിലിട്ട് വെച്ചിട്ട് പിന്നെ ഇടയ്ക്കൊന്ന് കുലുക്കി കൊടുക്കുക. അങ്ങനെ ഒരു 10-21 ദിവസം കഴിയുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഊറ്റിയെടുത്ത് നമുക്ക് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത്, അതായത് ഒരു 1/2 ഗ്ലാസ് ഈ മിശ്രിതം എടുക്കുകയാണെങ്കിൽ നമ്മളൊരു 10 ഗ്ലാസ് വെള്ളത്തിലേക്ക് അങ്ങനെ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ ചെടിക്ക് മാത്രമല്ല കേട്ടോ, മിക്ക ചെടികൾക്കും നല്ലതാണ്, പച്ചക്കറിക്കൊക്കെ നല്ലതാണ് ജീവാമൃതം. അറിയുമായിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അത്. അപ്പോൾ അതൊക്കെ നല്ലതാണ്. ഇംഗ്ലീഷ് വളത്തിനേക്കാളും നല്ലത് ഈ ജീവാമൃതം പോലുള്ള വളങ്ങളൊക്കെയാണ്. ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും അതുപോലെ തന്നെ ഹാങ്ങിങ് ചെയ്തും നമുക്കിത് വളർത്താൻ പറ്റും കേട്ടോ. ഈ 3 രീതിക്കും വളർത്താൻ പറ്റുന്ന ചെടിയാണ്. ഇവയ്ക്ക് വരൾച്ചയെ നേരിടാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ വെള്ളമേ വേണ്ടുള്ളൂ. പിന്നെ പ്രത്യേകിച്ചൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടിക്ക് പ്രൂണിങ് ആവശ്യമില്ല. നമ്മൾ കേടാവുന്ന ഇലകൾ മാറ്റിക്കളയുക എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇതിന് പ്രൂണിങ് ഒന്നും ആവശ്യമില്ല. പിന്നെ ഇവയുടെ പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത് നമുക്ക് നല്ല നീർവാർച്ച ആവശ്യമുള്ള ചെടി ആയതുകൊണ്ട് തന്നെ അല്പം അസിഡിറ്റി ഇഷ്ടപ്പെടുന്ന മണ്ണാണ് ഇതിന് വേണ്ടത്. ചകിരിച്ചോറും പെർലറ്റ്, ഗാർഡൻ സോയിൽ, അതായത് പശുമരാശി മണ്ണ് ഏറ്റവും നല്ല, നമ്മൾ അധികം ഉപയോഗിക്കാത്ത പശുമരാശി മണ്ണ് ഗാർഡൻ സോയിൽ എടുക്കുകയാണ് നല്ലത്. പിന്നെ മണൽ, ഇത്രയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. കോക്കോപിറ്റും പെർലറ്റും തുല്യമായി എടുക്കുക, അങ്ങനെയും നടാം കേട്ടോ. കോക്കോപിറ്റും പെർലറ്റും മാത്രമായിട്ട് എടുത്തിട്ടാണെങ്കിലും നടാം. പക്ഷേ മണൽ ഉള്ളത് ഇതിന് എപ്പോഴും ഒരു മരുഭൂമിയിൽ സസ്യം പോലത്തെ ആണല്ലോ, അതുകൊണ്ട് മണൽ ഇതിന് അനുയോജ്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അതുപോലെ പൂ വിരിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പൂക്കൾ കൊഴിയാറാകുമ്പോൾ നമ്മൾ ഈ പൂവിൻ്റെ തണ്ട് അടിയെ മുറിക്കണം. അതായത് അണുവിമുക്തമായ ബ്ലേഡോ അല്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്തിയോ എന്തെങ്കിലും എടുത്തിട്ട് ഈ ചെടിയുടെ അടുത്ത് നിന്ന് തുടങ്ങുന്ന അവിടെ വെച്ച് ഈ പൂവിൻ്റെ തണ്ട് നമുക്ക് മുറിച്ച് കളയാം. അതുപോലെ തന്നെ നമ്മൾ ചീത്തയായിട്ട് ഇലകളൊക്കെ മുറിക്കുകയാണെങ്കിലും ഇങ്ങനെ അണുവിമുക്തമാക്കിയ ബ്ലേഡോ കത്തിയോ ഉപയോഗിച്ചിട്ടാണ് എടുക്കേണ്ടത്. ഇത്രയൊക്കെ നന്നായിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഈ ചെടി കേടാവില്ല കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ആവാതെ. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ്, നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് സൈസ്. അപ്പോൾ ഈ ചെടീനെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നോട് ചോദിക്കാം. നല്ല ചെടിയാട്ടോ, ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ്. പൂക്കളുണ്ട്, നിറയെ മൊട്ടുകളുണ്ട്, നല്ല പോട്ടിംഗ് മിക്സ് ആണ് ഇതിലുള്ളത്. ഈ പോട്ടിംഗ് മിക്സ് കളയാതെ വേണമെങ്കിൽ അങ്ങനെ അയച്ചു തരും, അല്ലെങ്കിൽ ഇത് കുറേ കളഞ്ഞിട്ട് ചകിരിച്ചോറിൽ കവർ ചെയ്തിട്ട് അങ്ങനെ അയച്ചു തരാം കേട്ടോ. അപ്പോൾ കൂടുതൽ വെള്ളമൊന്നും ആവശ്യമില്ല, ഒരുപാട് ബുദ്ധിമുട്ടും ഇല്ല. ഈ ചെടി നമ്മൾ വെയിൽ കൊള്ളിക്കണം ഇടയ്ക്ക് എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഇതിനൊരു പരിചരണവും കാര്യമൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനുണ്ടെങ്കിലും എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ ഒരു സിംഗിൾ പ്ലാന്റിന് 200 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ 4 ചെടികളുള്ള ഒരു കോംബോ ആയിട്ട് കൊടുക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. 4 വ്യത്യസ്ത കളറിലുള്ളത്. അതിന് 750 രൂപ പ്ലസ് കൊറിയർ ചാർജാണ് റേറ്റ് വരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബാക്കി ചെടികളെക്കുറിച്ച് അറിയാൻ എൻ്റെ കാറ്റലോഗിലൊന്ന് വിസിറ്റ് ചെയ്യണം. ഞാൻ കാറ്റലോഗ് കൂടി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. പിന്നെ കൂടുതൽ ഏതെങ്കിലും ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തോളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. അപ്പോൾ നിങ്ങളുടെ സഹകരണങ്ങൾ എനിക്ക് വേണം. കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് തരികയാണെങ്കിൽ ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. വിമർശനമാണെങ്കിലും നല്ലതാണെങ്കിലും ഒക്കെ പറഞ്ഞു തരണേ. എനിക്ക് നല്ല പരിചയക്കുറവുണ്ട്. ഞാനൊന്നും ജനിച്ച കാലത്ത് ഈ സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഒരിടക്കാലം കൊണ്ടല്ലേ നമ്മളിതെല്ലാം പരിചയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെതായ പരിചയക്കുറവും അവതരണത്തിലാണെങ്കിലും കുറേ പാളിച്ചകളൊക്കെ ഉണ്ട്. എല്ലാവരും എല്ലാം ക്ഷമിക്കുക. എൻ്റെ കയ്യിൽ നിന്ന് വരുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരണം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ വരാൻ പറ്റുമെന്ന് ശ്രമിക്കാം. ബാക്കിയുള്ള ബിഗോണിയനെ പറ്റി ഫോട്ടോ ഇടാമെന്ന് വിചാരിച്ചിരുന്നു, അത് മറന്നേനെ. ഇപ്പോൾ ഇതാണ് വാക്സ് ബിഗോണിയ. ഇതിൽ പൂക്കളുണ്ടാവും, കുഞ്ഞു ചെടികളാണ്. ഇത് ഏഞ്ചൽ വിങ്സ് ബിഗോണിയാണ്. ഇതിലും പൂക്കളുണ്ടാവും. ഇതൊരു 2-3 അടി വരെ പൊക്കത്തിൽ നിർത്താൻ നമുക്ക്. നല്ല ഭംഗിയുള്ള ഇലയാണ്. ഇതിൻ്റെ കൂടെ നല്ല പൂക്കളുണ്ടാവും. ഇതിന് പല വെറൈറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി കാണിക്കുമ്പോൾ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആവില്ലേ, അതുകൊണ്ടാണ്. പിന്നെ റെക്സ് ബിഗോണിയ അതൊക്കെ നമുക്ക് അറിയുന്നതാണ്, ഞാൻ എപ്പോഴും സെയിൽ ചെയ്യുന്നതാണ്. ഇതെല്ലാ ചെടികളും വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.